എന്താണ് ടീച്ചറമ്മേ മുഖത്തൊരു മ്ലാനത? പിണക്കം ഇപ്പോഴും മാറിയില്ലേ? അതോ രണ്ടാളും ഇണങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഗൗരവഭാവത്തോടെ വാതിൽ തുറന്ന ജാനിയെ നോക്കി തമ്പുരു പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ ജാനി മറ്റെങ്ങോട്ടോ നോക്കി നിന്നു. എവിടെ നമ്മുടെ പോലീസ് ഏമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വാതുക്കൽ നിന്നുകൊണ്ട് റൂമിലേക്ക് എത്തി നോക്കി. എന്താണ് മാഷേ, കലിപ്പിലാണോ? തമ്പുരുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നവനെ പുച്ഛിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതെ, അധികം മസിൽ പിടിക്കാതെ. മോൻ എണീറ്റ് വന്നേ. പഴയ കാമുകിയും ഇപ്പോഴത്തെ ഫ്രണ്ടുമായ രേണുമോള് യാത്ര പറയാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. 2 അടി നടന്നതിന് ശേഷം എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും മയൂർ എണീറ്റ് ജാനിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രണ്ടാളും മുറിയടച്ചിരിപ്പായി. അപ്പോ പിന്നെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ ഇവിടെ എന്താകും? രണ്ടാളും പിന്നെ മുറിയിൽ നിന്നും പുറത്തിറങ്ങുമോ? എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും കൂടി ഒന്നേ പറയാനുള്ളൂ. കൗമാരപ്രായത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഒരു പാവം 15 വയസ്സുകാരി പെൺകുട്ടി ഈ വീട്ടിലുണ്ട്. അവൾക്ക് കണ്ണും ചെവിയും തുറന്ന് നടക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം. അവരെ അടിമുടി നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മനസ്സിൽ ചിരി അടക്കി പിടിച്ചുകൊണ്ട് തമ്പുരു അവിടെ നിന്നും പോയി. ഇതിലും ഭേദം 2 ഫ്ലാറ്റിലായി കഴിയുന്നതാ. ഈ പോയ കുരിപ്പിനെ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഒന്നായിരുന്നെങ്കിൽ ഈ വക പ്രോബ്ലംസ് ഒന്നും ഉണ്ടായേനേയില്ല. അല്ലെങ്കിലും എൻ്റെ മോഹങ്ങളൊന്നും നടക്കാൻ പോണില്ല. ജാനിയെ നോക്കി നിരാശയോടെ പറഞ്ഞ ശേഷം അവനും അവിടെ നിന്നു പോയി. ഈ അച്ഛൻ്റെ അല്ലേ മോള്? ആ എല്ലാ കയ്യിലിരിപ്പും മോൾക്ക് കിട്ടാതെ ഇരിക്കില്ലല്ലോ. അനുഭവിച്ചോ. അവനെ അനുഗമിച്ചുകൊണ്ട് അവളും ഒരു ചെറു പുഞ്ചിരിയോടെ ഓർത്തു. എല്ലാവരും കൂടി രേണുകയെ യാത്രയാക്കി. പോകാൻ നേരം ഹണിമൂണിനായി അവരെ ജർമ്മനിയിലേക്ക് ക്ഷണിക്കാനും അവൾ മറന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് മയൂരിൻ്റെയും ജാനിയുടെയും വിവാഹം. രജിസ്റ്റർ ഓഫീസിലെ ഫോർമാലിറ്റികൾക്ക് ശേഷം അവരെല്ലാവരും കൂടി മാണിക്യശ്ശേരിയിലേക്ക് പോയി. ഫ്ലാറ്റിൽ ആരുമില്ലാത്തതുകൊണ്ട് മെറിൻ എബിയുടെ കൂടെ അവളുടെ നാട്ടിലേക്കും പോയി. വിവാഹം കഴിഞ്ഞുള്ള രാത്രി മാണിക്യശ്ശേരിയിലായിരിക്കണം എന്നത് മുത്തശ്ശിയുടെ നിർബന്ധമായിരുന്നു. സെറ്റ് സാരി ഉടുത്ത് തല നിറയെ മുല്ലപ്പൂക്കളും വെച്ച് നിൽക്കുകയാണ് ജാനി. അവൾക്കാണെങ്കിൽ നല്ല ചമ്മലുണ്ട്. തമ്പുരു എന്നെ ഈ കോലത്തിലെങ്ങാനും കണ്ടാൽ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പേടിയോടെ തമ്പുരുവിനെ പറ്റി ഓർത്തതും എന്തോ 100 ആയസുള്ളതുപോലെ അപ്പോൾ തന്നെ തമ്പുരു അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ജാനിയെ അടിമുടി നോക്കിക്കൊണ്ട് തമ്പുരു അവൾക്ക് ചുറ്റും ഒരു റൗണ്ട് നടന്നു. ചേച്ചി എന്താ ഈ രാത്രി വല്ല അമ്പലത്തിലേക്ക് തൊഴാൻ പോണുണ്ടോ? അയ്യേ, ഇതാണോ ഫസ്റ്റ് നൈറ്റ് കോസ്റ്റ്യൂം? ഈ സാരിയൊക്കെ ഉടുത്ത് എങ്ങനെയാ ചേച്ചി കിടന്നുറങ്ങുക? പോരാത്തതിന് തല നിറയെ മുല്ലപ്പൂവും. ഉറങ്ങാൻ പോകുമ്പോൾ എപ്പോഴും സിമ്പിൾ ഡ്രസ്സാണ് നല്ലത്. ഞാൻ ഇതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ? അവൾ സംശയത്തോടെ ചോദിച്ചു. എനിക്ക് താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല മോളെ. മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ കോമാളി വേഷം കെട്ടി നിൽക്കുന്നത്. ആരുടെ നിർബന്ധപ്രകാരമായാലും ഒരു പൈങ്കിളി ടച്ച് വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിക്ക്. ചേച്ചി ഈ പാൽ ഗ്ലാസ് ഒന്ന് പിടിച്ചേ, ഞാനൊന്ന് കാണട്ടെ. ടേബിളിലിരുന്ന പാൽ ഗ്ലാസ് എടുത്ത് ജാനിക്ക് നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു. പിന്നീട് കുറച്ചകലേക്ക് മാറി നിന്നുകൊണ്ട് ജാനിയെ അടിമുടി സ്കാൻ ചെയ്തുകൊണ്ടിരുന്നു. കള്ളച്ചിരി ചുണ്ടിലൊളിപ്പിച്ചുള്ള തമ്പുരുവിൻ്റെ നോട്ടവും അർത്ഥം വെച്ചുള്ള മൂളലുകളും സഹിക്കാൻ പറ്റാതെ ജാനി നിന്ന് വിയർത്തു. അവൾക്ക് തമ്പുരുവിൻ്റെ മുഖത്തു നോക്കാൻ തന്നെ ചമ്മലായി. എന്താ മോളെ, മുറിയിലേക്ക് പോയില്ലേ? കണ്ണൻ അവിടെ എത്ര സമയമായി മോളെ കാത്തിരിക്കണു. മോള് ചെന്നാട്ടെ. അവരുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ കൂടെ കലയും ഉണ്ടായിരുന്നു. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. മണവാളിനോട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ് തമ്പുരു മയൂരിൻ്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങി. നിക്ക് പെണ്ണേ അവിടെ. നീ ഇന്ന് കണ്ണനെ കാണണ്ട, നാളെ കണ്ടാ മതി. നീ ഇപ്പോൾ ധൃതി പിടിച്ച് അവിടേക്ക് പോകുന്നതിൻ്റെ കാര്യമൊക്കെ എനിക്ക് നന്നായി അറിയാം.
തമ്പുരുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. അതേ, മോൾ ഇന്ന് ആ മുറിയിലേക്ക് പോകണ്ട. കലയും മുത്തശ്ശിയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് വരാം മുത്തശ്ശി. അല്ലാതെ എനിക്ക് വേറെ ദുരുദ്ദേശം ഒന്നുമില്ല. നിഷ്കളങ്കമായ മനസ്സാണ് എൻ്റേത്. മുത്തശ്ശിയുടെ കൈ വിടുവിച്ചുകൊണ്ട് തമ്പുരു പറഞ്ഞു. ഏതായാലും നീ ഇപ്പോൾ അവിടേക്ക് പോകണ്ട, നാളെ പോകാം. ചെല്ല്, പോയി കിടന്നുറങ്ങ്. കല അല്പം ഗൗരവം നടിച്ചു പറഞ്ഞു. അതെന്താ ഞാൻ പോയാല് വിടമാട്ടേ, എന്നെ ഇങ്ക നിന്നും എങ്ക പോക വിടമാട്ടേ. അവൾ നാഗവല്ലിയായി മാറിക്കൊണ്ട് കലയോടും മുത്തശ്ശിയോടും മാറി മാറി ചോദിച്ചു. ഇവരുടെ ഈ തർക്കങ്ങൾ ജാനിയെ കൂടുതൽ ലജ്ജിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്തു പറയണം എന്നറിയാതെ അവൾ ചമ്മിയ മുഖഭാവത്തോടെ മുഖം കുനിച്ചു നിന്നു. ജാനി മോളെ, ഇവളിങ്ങനെയൊക്കെ പറയും. മോള് പോയി കിടക്കാൻ നോക്ക്. കണ്ണൻ കുറേ സമയമായി മോളെ നോക്കിയിരിക്കണു എന്നൊക്കെ മുത്തശ്ശി ജാനിയോടായി പറഞ്ഞു. ഒരു ചമ്മിയ മുഖഭാവത്തോടെ തമ്പുരുവിനെ ഒന്ന് നോക്കിയ ശേഷം ഒരു വിളറിയ ചിരി ചിരിക്കാൻ ജാനി ശ്രമിച്ചെങ്കിലും അത് വർക്കൗട്ടായില്ല. പിന്നീട് ഒന്നും മിണ്ടാതെ അവൾ പതുക്കെ നടന്നുപോയി. എന്താ തമ്പുരുമോളെ ഇത്? ഒന്നുമില്ലെങ്കിലും നിനക്ക് 15 വയസ്സായില്ലേ? അതിൻ്റെ പക്വതയെങ്കിലും കാണിക്ക്. അല്ലാതെ ഇപ്പോഴും കുഞ്ഞു വാവകളെ പോലെ പെരുമാറുകയാണോ വേണ്ടത്? മുത്തശ്ശി അല്പം ശാസനയോടെ ചോദിച്ചു. അതെ, കുട്ടികൾ വലുതായതിനു ശേഷം വിവാഹം കഴിച്ചാൽ ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും. അല്ല അച്ചമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചെറിയൊരു സംശയമാണ്. അവൾ കലയുടെ തോളിൽ ചാരിക്കൊണ്ട് ചോദിച്ചു. ചോദിക്കട പൊന്നെ, എന്താ എൻ്റെ പൊന്നിൻ്റെ സംശയം? കല അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. അതെ, ഈ ഫസ്റ്റ് നൈറ്റിൽ പാല് കുടിക്കുന്നത് എന്തിനാ? എനർജി കൂടാനാണോ? മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കലയോടായി അവൾ ചോദിച്ചു. തമ്പുരുവിൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ കലയും മുത്തശ്ശിയും പരസ്പരം നോക്കി നിന്നു. അവളുടെ ഒരു സംശയം എന്ന് പറഞ്ഞ് മുത്തശ്ശി തമ്പുരുവിൻ്റെ ചെവി പിടിച്ച് തിരിച്ചു. അയ്യോ മുത്തശ്ശി, എൻ്റെ ചെവി വേദനിക്കുന്നേ. അയ്യോ അച്ചമ്മേ, നോക്കി നിന്ന് കണ്ട് ആസ്വദിക്കാനേ എന്നെ രക്ഷിക്കീ. നീ ഇത് ചോദിച്ചു വാങ്ങിയതാ, അനുഭവിച്ചോ? കല അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു നേരം തിരിമേതിന് ശേഷം മുത്തശ്ശി ചെവി വിട്ടതും തമ്പുരു വേദന കൊണ്ട് താളം ചവിട്ടി. അയ്യോ എൻ്റെ ചെവി, ഇത് ഇവിടെ നിന്നും പറഞ്ഞു പോകാത്തത് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചെവി ഒഴിയാൻ തുടങ്ങി. പാൽ ഗ്ലാസുമായി മയൂരിൻ്റെ മുറിയിലേക്ക് കയറിയതും ജാനിയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ ഒഴുകിയിറങ്ങാൻ തുടങ്ങി. മയൂരാണെങ്കിൽ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യമായ ഒരു ഫോൺ കോൾ വന്നതും അവൻ ഫോൺ കൊണ്ട് ബാൽക്കണിയിൽ ചെന്ന് നിന്ന് സംസാരിക്കുകയായിരുന്നു. ബെഡ് നിറയെ പൂക്കളെ അലങ്കരിച്ചിരുന്നു. ആ അലങ്കാരങ്ങളെല്ലാം ജാനിയിൽ പഴയ ഓർമ്മകളെ തിരമാല പോലെ വീശിയടിക്കാൻ തുടങ്ങി. ഭയപ്പെട്ടു പോയ അവൾ പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ചതിന് ശേഷം പേടിച്ചരണ്ട് താഴെ ഇരുന്നു പോയി. കുറച്ച് സമയത്തിന് ശേഷം മയൂർ ബാൽക്കണിയിൽ നിന്നും റൂമിലേക്ക് വന്നു. മുട്ടിൽ തല വെച്ച് താഴെ ഇരിക്കുന്നവളെ കണ്ടതും അവൻ എന്തോ പരിഭ്രമം തോന്നി. ജാനി എന്താ താഴെ ഇരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ അവൻ കൈവച്ചു. തൊട്ടുപോകരുതെന്നെ എന്ന് പറഞ്ഞ് ജാനി അലറിക്കരയാൻ തുടങ്ങി. പെട്ടെന്നുള്ള ജാനിയുടെ ഈ ഭാവമാറ്റം കണ്ടതും മയൂർ ഭയപ്പെട്ടു പോയി. ജാനി, എന്താ ഇത്? എന്താ മോളെ എന്ന് പറഞ്ഞ് പിന്നെയും അവൻ അവളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങി. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇരു കൈകളും കൂപ്പിക്കൊണ്ട് അവൾ പുറകിലേക്ക് ഇഴയാൻ തുടങ്ങി. എന്താ ജാനി ഇത്? ഒന്നുമില്ലടാ. നിന്റെ സമ്മതത്തോടെയല്ലാതെ ഞാൻ നിന്നെ തൊടില്ല. ഇത് ഈ മയൂരിൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താടോ ഇത്? തനിക്കിപ്പോൾ എന്താ പറ്റിയത്? അവളുടെ താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ മാറിലേക്ക് വീഴുകയാണ് അവൾ ചെയ്തത്. കുറേ സമയം അവൾ അലറിക്കരഞ്ഞു. അവളെ സമാധാനിപ്പിക്കുന്നത് പോലെ അവൻ അവളുടെ മുടി തഴുകിക്കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരുപാട് സമയം കരഞ്ഞ് മനസ്സ് ശാന്തമായപ്പോൾ അവൾ അവനിൽ നിന്നും അടർന്നു മാറി. സോറി ഏട്ടാ, ഈ മുറി പഴയതുപോലെ അലങ്കരിച്ചത് കണ്ടപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ മറന്നുപോയ
ഓർക്കാൻ ശ്രമിക്കാത്ത പഴയ ഓർമ്മകളൊക്കെ എന്നെ തേടി വന്നു. നമുക്ക് ഈ മുറിയിൽ കിടക്കണ്ട, അവൾ തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തനിക്ക് ഈ മുറി ഭയവും വേദനയുമാണ് തരുന്നതെങ്കിൽ ഈ മുറി ഞാൻ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണ്. നമുക്ക് ഇന്നു മുതൽ വേറെ മുറിയിൽ താമസിക്കാം. താൻ അന്ന് അനുഭവിച്ച വേദനയുടെ ആഴം ഞാൻ ഇപ്പോഴാണ് പൂർണ്ണമായി മനസ്സിലാക്കുന്നത്. ഓർമ്മയില്ലാത്ത സമയത്ത് ഞാൻ തന്നെ ഒത്തിരി ഉപദ്രവിച്ചിരുന്നു അല്ലേ? സോറി മോളെ. എത്ര തന്നെ സോറി പറഞ്ഞാലും ഞാൻ ചെയ്ത തെറ്റിനുള്ള പരിഹാരമാകില്ല എന്നെനിക്കറിയാം. നിനക്കിഷ്ടമില്ലാത്തതോ നിന്നെ ഭയപ്പെടുത്തുന്നതോമായ ഒരു കാര്യവും ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. അവർ പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് കുറച്ചധികം സമയം അങ്ങനെ നിന്നു. അവൾക്കെന്തോ മനസ്സിനല്പം ആശ്വാസം കിട്ടിയതുപോലെ തോന്നി. തനിക്കെന്താടോ, ഉറക്കം വരുന്നുണ്ടോ? ഇല്ലേട്ടാ, ഇന്ന് ഉറക്കം വരുമെന്ന് തോന്നണില്ല. മനസ്സെന്തോ വല്ലാതെ ഭയപ്പെട്ടു. ആ ഭയപ്പാടിൽ നിന്നും പുറത്തു കടന്നാൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ കഴിയൂ. എന്നാൽ നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവ് ആയാലോ? അവനൊരു കുസൃതിയോടെ അവളോട് ചോദിച്ചു. എവിടേക്ക് പോകാൻ? പോകാനാണോ സ്ഥലമില്ലാത്തത്? താൻ റെഡിയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാം. എന്താടോ, നമുക്ക് പോകാമോ? അവൾ അവനോടായി ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. പോകാം എന്ന് പറഞ്ഞ അവളും തലയാട്ടി. എന്നാലേ എൻ്റെ പൊന്നുമോള് പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ജീൻസും ടോപ്പും എടുത്തിട്ടിട്ട് വാ. കുറച്ച് സമയത്തിന് ശേഷം അവർ രണ്ടുപേരും റെഡിയായി ഇറങ്ങി. നല്ല മഞ്ഞുണ്ട്, അതുകൊണ്ട് ഞാൻ ബൈക്ക് എടുക്കുന്നില്ല, നമുക്ക് കാർ എടുക്കാം എന്ന് പറഞ്ഞ് കാർ പോച്ചിൽ കിടക്കുന്ന ഓടി കാർ സ്റ്റാർട്ട് ചെയ്തു. വേഗം കയറെൻ്റെ പെണ്ണേ, മുത്തശ്ശിയെങ്ങാനും അറിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും. മുത്തശ്ശിയുടെ കാര്യം പിന്നെ പോട്ടയെന്ന് വയ്ക്കാം, സമാധാനമുണ്ട്. നമ്മുടെ ഒരേ ഒരു പുത്രിയില്ലേ, ആ കാന്താരി, അവളെങ്ങാനും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കും. അവൻ അല്പം നിരാശയോടെ പറഞ്ഞു. അവൻ്റെ പദം പറഞ്ഞുള്ള സങ്കടം കേട്ട് ജാനിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ഈ അച്ഛൻ്റെ അല്ലേ മോള്, ഈ സ്വഭാവം പിന്നെ അവൾ കാണിക്കാതിരിക്കുമോ? ചുണ്ടിൽ ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. തമ്പുരു എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമ്പോൾ എൻ്റെ മോള്, അല്ലാത്ത സമയം മുഴുവൻ നിന്റെ മോള്. അമ്മയും കണക്കാ, മോളും കണക്കാ. അവൻ ശബ്ദം അല്പം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ ഏട്ടാ? ഒന്നും പറഞ്ഞില്ല എൻ്റെ പൊന്നേ, നിങ്ങൾ അമ്മയും മോളും മാക്സ് ആണെന്ന് പറഞ്ഞതാ എന്ന് കൈകൾ കൂപ്പി പറഞ്ഞതിന് ശേഷം അവൻ കാറ് മുന്നോട്ടെടുത്തു. അധികം വാഹനങ്ങളും ഒന്നുമില്ലാത്ത ചെറിയ റോഡിലൂടെ അവർ ഒരുപാട് ദൂരം പിന്നിട്ടു. ആദ്യം അവർ തമ്മിൽ ഒന്നും സംസാരിച്ചില്ലെങ്കിലും പിന്നീട് അവർ മനസ്സുകൾ തമ്മിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഒരു ബീച്ചിൻ്റെ അടുത്ത് പോയി കാറ് നിർത്തി. രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി. അവിടെ അധികം വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു സ്ഥലത്ത് അവർ ഇരിപ്പുറപ്പിച്ചു. കടലിൽ നിന്നും അലറിക്കൊണ്ടുവരുന്ന കാറ്റ് അവരെ പുണർന്നതിന് ശേഷം തിരിച്ച് കടലിലേക്ക് തന്നെ പോയി. മയൂരിൻ്റെ നെഞ്ചോട് ചേർന്ന് കടലിനെ നോക്കിക്കൊണ്ട് അവൾ ഒരുപാട് സമയം അങ്ങനെ ഇരുന്നു. അവർക്കിടയിൽ മൗനങ്ങൾ വാചാലങ്ങളായി. ഈ കടലിൻ്റെ ഇരമ്പൽ കേട്ടിരിക്കാൻ എന്ത് രസമാണ് അല്ലേ ഏട്ടാ? മനസ്സിനെന്തൊരാശ്വാസമാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭയമെല്ലാം ഒഴുകിയിറങ്ങിപ്പോയ പോലെ തോന്നുന്നു. അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. തനിക്ക് ബീച്ച് ഇഷ്ടമാണെങ്കിൽ നമുക്ക് എന്നും ഇങ്ങോട്ട് വരാം. എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഒന്ന് സാധിച്ചു തരുമോ ഏട്ടാ? എവിടേക്കാടോ, താൻ പറയ്. എനിക്ക് ഗവി വരെ ഒന്ന് പോകണം. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലേക്ക്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഹലോ കൂട്ടുകാരെ, ജാനിയുടെയും മയൂരിൻ്റെയും ആദ്യരാത്രി സഫലമാകാതെ പോയി. എന്തു ചെയ്യാം? അതെ, ഇനി അധികം പാർട്ടൊന്നുമില്ല. 2-3 പാർട്ടും കൂടെ കഴിഞ്ഞാൽ ഈ കഥ അവസാനിക്കും.